നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് ആദ്യം തന്നെ എന്നെ കാണിക്കാണ്ട് എന്താ പെട്ടി കാണിക്കുന്നതെന്നല്ലേ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഒന്ന് പാക്കിങ്ങിന്റെ തിരക്കിലാണ്. എപ്പോഴും നേരത്തെ പാക്ക് ചെയ്യുന്ന ഞാൻ ഇന്ന് എന്താ വെച്ചാൽ പോകുന്നതിന്റെ തലേ ദിവസം പാക്ക് ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. അതാണ് ഒരുമാതിരി തലക്കുന്നൊക്കെ പുകയൊക്കെ പോയിട്ടുള്ള ഇരുത്താണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പെട്ടി പാക്ക് ചെയ്യാം. ഡീറ്റെയിൽ പാക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എന്റെ കോസ്റ്റ്യൂംസും പെട്ടികളും. പിന്നെ അതിന്റെ കൂടെ കുറച്ച് കോസ്മെറ്റിക്സ്, അതായത് എന്റെ മേക്കപ്പ് ഐറ്റംസും കൂടി ഞാൻ ട്രാവലിംഗിൽ എടുക്കുന്നത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. അപ്പൊ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഉള്ള ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ട്രാവലിംഗ് ലുക്ക്. വിത്തൗട്ട് മേക്കപ്പ് ആണ്. ഒരു ജസ്റ്റ് ഒരു ബിന്ദിയും വെച്ചിട്ടുണ്ട്, ഒരു ലിപ് ബാമും മാത്രമേ ഇട്ടിട്ടുള്ളൂ. തല കുളിച്ചത് കൊണ്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈലിലുള്ളത് കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഞാൻ കേട്ടോ. അപ്പൊ നമ്മൾ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ റോഡ് ട്രിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലേക്ക് പോവാണ്. നാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ കണ്ണൂരേക്കല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ്റെ നാട്ടിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പൊന്നാനി എന്ന് പറയും സ്ഥലത്തിന്റെ പേര്. ആക്ച്വലി അതൊരു തൃശ്ശൂർ ബോർഡറിലായിട്ടാണ് വരിക. അവിടെ നിന്ന് ഒരു 1.5 hours നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്കുള്ളൂ, അതായത് ഗുരുവായൂർ ടെമ്പിളിലേക്കുള്ളൂ. അപ്പൊ ആ പോകുന്ന വഴിക്കുള്ള ചെറിയ കാഴ്ചകളും, പിന്നെ അവിടെ എന്തിനാ പോകുന്നതെന്നല്ലേ, എൻ്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വെഡിങ് ആണ്, അതായത് കസിൻ ബ്രദറിന്റെ വെഡിങ് ആണ്. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ വ്ളോഗാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴുള്ള കുറച്ച് വീഡിയോസും, അതിന്റെ കൂടെ അവിടെ എത്തിയിട്ടുള്ള കല്യാണ തലേന്നുള്ള വീഡിയോസും, കല്യാണത്തിന്റെ കുറച്ച് വീഡിയോസും, അതുപോലെ അന്ന് നൈറ്റ് നടക്കുന്ന ഫംഗ്ഷൻസിന്റെ കുറച്ച് വീഡിയോസും, പിന്നെ നമ്മൾ റിട്ടേണും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടുണ്ട്. ആക്ച്വലി ഒരു 4 ദിവസത്തെ വീഡിയോ ആണ്. പക്ഷെ ഞാനത് എഡിറ്റ് ചെയ്ത് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറിലേക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വളരെ എന്താ പറയാ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പൊ എങ്ങനെയാണ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായത്, എങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടായത്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഒരു 1:30 ആയപ്പോൾ നമ്മൾ ആമ്പൂരിൽ നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആമ്പൂർ സ്റ്റാർ ബിരിയാണിയിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മള് എപ്പോഴത്തെയും പോലെ ബിരിയാണിക്ക് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാന്ന് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇലയൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുള്ളത്. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായത്, ഹസ്ബൻഡ് മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായത്. 2 ബിരിയാണി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2 ബിരിയാണി കൊണ്ട് നമ്മൾ ഈ 5 ആള് കഴിക്കാൻ പോവുകയാണ്. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും പൊതുവേ ഫുഡ് കുറവായിരിക്കല്ലോ വേണ്ടി വരാം. പിന്നെ വേറെ നല്ല സ്ഥലങ്ങൾ പരത്തി പിടിക്കാൻ കഴിയില്ലാന്ന് വെച്ചിട്ട് ഇവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആരൊക്കെയാ പോകുന്നതെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ 2 മക്കളും ഞാനും കൂടിയാണ് നമ്മൾ ഈ റോഡ് ട്രിപ്പ് വഴി തൃശ്ശൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ട്രിപ്പ് ആദ്യം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ രാവിലെ ഒരു 9 മണി, അങ്ങനെ 9 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത്ര ലേറ്റ് ആകുന്നത്. നമ്മൾ കൊച്ചിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ നമ്മൾ എത്തുമായിരുന്നു. അപ്പൊ ഇത് വഴിക്കുന്ന കണ്ട കുറച്ച് കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊക്കെ സ്ട്രൈക്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ടോൾ ഗേറ്റിന്റെ അവിടെയൊക്കെ പുതിയ രീതിയിലുള്ള സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ കാണുന്നുണ്ടായത്. അതൊക്കെ ഞാൻ കുറച്ചായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഹലോ, അപ്പൊ നമ്മളിതാ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. ബാക്കി വിശേഷം വഴി പറയും. ബൈ. അപ്പൊ പോയി ഇപ്പൊ ഒരു വൈകിട്ടായിട്ടുണ്ട്. ഇനി നമുക്കൊരു സൺസെറ്റ് കാണാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഞാനൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ ഫുള്ളായിട്ട് ഹസ്ബൻഡ് എന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു റോഡ് ട്രിപ്പ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റോഡ് ട്രിപ്പ് കേട്ടോ. കാരണം ആക്ച്വലി ലാസ്റ്റ് മൂമെന്റ് ടിക്കറ്റ് നോക്കിയോണ്ടാ തോന്നുന്നു നമുക്ക് ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ബൈ റോഡ് പോകാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ സന്ധ്യ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കരിപ്പട്ടി കാപ്പിയിൽ വണ്ടി നിർത്തി എല്ലാവരും ചായയും കാപ്പിയും ഒക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടാണ് ഉള്ളത്. സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് തന്നെയാണ് ഉള്ളത്. കാരണം വേറെ ഒന്നല്ല കേട്ടോ, തലേന്ന് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കാൻ തന്നെ 2-3 മണിയായിരുന്നു. പിന്നെ രാവിലെ എണീച്ചിട്ട് ആദ്യം പോകേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മളിവിടുന്ന് ഇറങ്ങിയത് 9 മണിക്ക് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് കുറച്ച് നേരത്തെ തന്നെയാണ് വിചാരിച്ചത്. 9:30-10 മണിയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചായയും കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു 7:30-8 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ പാലക്കാട് കയറി. അപ്പോൾ പാലക്കാട് കയറിയപ്പോൾ ഒരു ബേക്കറി എണ്ണയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിലേക്ക് വേണ്ടുന്ന സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ആ ബേക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. കാരണം അവിടെ ഒരു ബട്ടർഫ്ലൈ വിങ്സ് കണ്ടപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കണം തോന്നിയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ട് ഫ്രഷ് ആയിട്ട് വേഗം തന്നെ കിടന്ന് ഉറങ്ങുക ചെയ്തിട്ടുണ്ടായത്. വീട്ടിലെത്തിയ ക്ലിപ്പിംഗ്സ് ഒക്കെ ആഡ് ചെയ്യാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ.
അപ്പൊ ഇനി കാണിക്കാൻ പോകുന്നത് കല്യാണ ദിവസത്തെ തലേന്ന്, അതായത് നമ്മൾ എത്തിയതിന്റെ പിറ്റേത്തെ ദിവസത്തെ കുറച്ച് ക്ലിപ്പിംഗ്സ്, തലേ ദിവസത്തെ കല്യാണ തലേന്നുള്ള കുറച്ച് ക്ലിപ്പിംഗ്സ് ആട്ടോ ഇതൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ കസിൻസ് ആട്ടോ. അവിടുന്ന് എനിക്ക് കിട്ടിയ കുട്ടിപ്പട്ടാളം എന്ന് വേണ്ടി പറയാട്ടോ എന്റെ കമ്പനീസ്. അവിടുന്ന് നമ്മൾ കുറച്ച് ഗോസിപ്സും ഇതൊക്കെ അടിക്കുന്ന ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തലേ ദിവസം നമുക്ക് കാര്യമായിട്ട് വലിയ ഫംഗ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ ഡ്രസ്സ് കൊണ്ടു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതിന്റെ സ്റ്റാർട്ടിങ് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല, കാരണം ഞാൻ റെഡിയാകുന്ന തിരക്കായിരുന്നു. അപ്പൊ പെണ്ണിന് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു സാരി ആട്ടോ ഞാൻ ഇന്ന് വെയർ ചെയ്യുന്നത്. ഞാൻ അതിന്റെ കംപ്ലീറ്റ് ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇനി നമുക്ക് താഴെ പോയിട്ട് ചെക്കിന്റെ കൂടെ ഒരു സെൽഫി എല്ലാം എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പെണ്ണിന് ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയത്ത് താഴെ അതിനുള്ള ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ മണവാളൻ, അതായത് കല്യാണത്തേക്ക്. അപ്പൊ ഇതാണ് നമ്മൾ ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഡ്രസ്സും കൊണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക്. അപ്പൊ നമ്മൾ 2 വണ്ടിയിലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഒരു 1 അവറിന്റെ ഡിസ്റ്റൻസ് ഉണ്ട് ചെക്കിന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക്. അപ്പൊ നമ്മളെ വണ്ടിയിലുള്ള ആൾക്കാരെ ഞാനിപ്പോ കാണിച്ചു തരാം. ഇതൊരു ചെറിയ യൂട്യൂബർ കേട്ടോ, ഈ കണ്ടാള്. അവളെ ഞാൻ അപ്കമിങ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ഏകദേശം നമ്മൾ പെണ്ണിന്റെ വീട്ടിലെത്തി. പെണ്ണിന്റെ കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്ത് എന്നിട്ട് പെണ്ണിന് ഡ്രസ്സൊക്കെ കൊടുത്തു നമ്മള്. ആക്ച്വലി ഈ ഡ്രസ്സ് കൊടുക്കുന്ന വീഡിയോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന് പകരം എനിക്ക് വേറെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ ക്ലിപ്പിംഗ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഡ്രസ്സൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ചെക്കിന്റെ വീട്ടിലേക്ക് റിട്ടേൺ പോവുകയാണ്. വീട്ടിലെത്തിയതിനു ശേഷം നമ്മൾ മൈലാഞ്ചി ഒക്കെ ഇട്ട് കിടന്നുറങ്ങുക ചെയ്തത്. വേറെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഇല്ല നൈറ്റിലേത്തത്. അപ്പൊ ഇതാണ് എന്റെ മൈലാഞ്ചി ലുക്ക്. അപ്പൊ ഇനി ബാക്കിയുള്ളത് പിറ്റേ ദിവസം, അതായത് കല്യാണ ദിവസം ഉള്ളത് ഞാൻ കാണിച്ചത്. കല്യാണ ദിവസം ചെക്കൻ എന്റെ കാല് പിടിക്കുന്ന ഫോട്ടോസ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെക്കനെയും കൂട്ടിയിട്ട് പോവാണ് പെണ്ണിന്റെ വീട്ടിലേക്ക്. പുതിയ ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. പുതിയ ചെക്ക, പുതിയ പയ്യ. അയ്യോ അപ്പൊ നമ്മളിവിടെ കല്യാണത്തിന്റെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ ചെക്കനും എന്റെ ഹസ്ബൻഡാണ് ഡ്രൈവർ. അതിന്റെ കൂടെ പുതിയച്ഛന്റെ അമ്മയും മാമിയാണ് കൂടിയുള്ളത്, പിന്നെ എന്റെ 2 ചോട്ടാസും. അപ്പൊ നമ്മൾ അവിടെ എത്തി. ഈ വീഡിയോയിൽ ഞാൻ കുറെ ക്ലിപ്പിംഗ്സ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടിയിട്ടുള്ളൂ. എന്റെ കയ്യിൽ ഇല്ലാത്ത വീഡിയോസ് ക്ലിപ്പിംഗ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് കല്യാണം കാണാം. ഇതാ എന്റെ വാനരപ്പടേന്റെ കൂടെ ഞാനൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരെയും കൂട്ടിയിട്ട്. അപ്പൊ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ക്രൗഡ് എന്ന് പറയുന്നത് റിലേറ്റീവ്സും ഫാമിലിയും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാവരും കല്യാണം കാണണം എന്നുള്ള ഒരു മൂമെന്റ് ആകുമ്പോൾ എല്ലാവരും ഫ്രണ്ടിലേക്ക് വന്ന് ഒരു ക്രൗഡ് മൂവ്മെന്റ് പോലെ ഉണ്ടായത്. അപ്പൊ ഇത് താലി കെട്ടാൻ പോവാണ്. ആക്ച്വലി താലി കെട്ടുന്ന വീഡിയോ എന്റെ അടുത്ത് ബാക്ക് സൈഡിലുള്ളതാണ് ഉണ്ടായത്. അപ്പൊ എനിക്കിത് പെണ്ണ് അയച്ചെന്ന വീഡിയോ ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പൊ താലി കെട്ടലൊക്കെ കഴിഞ്ഞ് പ്രദക്ഷിണം വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പോയിട്ട് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അതിന്റെ കൂടെ കസിൻസിന്റെ കൂടെയുള്ള കുറച്ച് സെൽഫീസും ഒക്കെ എടുത്തത് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ യൂട്യൂബർ കേട്ടോ. അപ്പൊ അവളെ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ബ്യൂട്ടി വ്ളോഗിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവളെ വീഡിയോസ് കാണുക. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. ഇതാ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് നമ്മള്. അപ്പൊ അടിപൊളിയായിട്ട് സദ്യ കഴിച്ചതിന് ശേഷം നമ്മൾ കസിൻസിന്റെയും ഫ്രണ്ട്സിന്റെയും പിന്നെ അതുപോലെ ഫാമിലി മെമ്പേഴ്സിന്റെയും എല്ലാം കൂടെ ഫോട്ടോസും വീഡിയോസും കപ്പിൾസിന്റെ കൂടെയുള്ള വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളിതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരുടെ കൂടിയുള്ള വീഡിയോസും ഒക്കെ നമ്മളിതാ എടുത്തോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു ഗപ്ഷപ്പ് ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെക്കനെയും പെണ്ണിനെയും കൂടി നമ്മൾ പോവാണ്. നമ്മളൊരു അമ്പലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനുണ്ടെന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീട്ടിൽ കയറാനുള്ള ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് കറക്റ്റ് ടൈം ആക്കിയതിനു ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയത്. അങ്ങനെ ചെക്കനെയും പെണ്ണിനെയും കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പൊ ഇതാണ് മണവാളൻ ആൻഡ് മണവാട്ടി. അപ്പൊ ഇതാണ് നമ്മൾ അമ്പലം. ഇവിടുന്ന് അവർ എടുക്കുന്ന കുറച്ച് ഷോർട്സ്, അതായത് വീഡിയോസിന്റെയും എന്താ പറയാ ഫോട്ടോസിന്റെയും ഒക്കെ ഷോർട്സും ക്ലിപ്പിംഗ്സും ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. അതിന്റെ കൂടെ ഈ അമ്പലം കൂടി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് നടയടച്ചിട്ടേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്നിട്ടായിരുന്നു കുറെ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് പെണ്ണിന്റെയും ചെക്കന്റെയും. ആ ഒരു ഇതാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അതിന്റെ കൂടെ ഞാൻ ഈ അമ്പലത്തിന്റെ കുറച്ച് വ്യൂവും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ
അപ്പൊ അവരവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ നടുക്ക് എന്റെ പ്രധാന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബൊക്ക മാല ഒക്കെ പിടിച്ചിട്ടായിരുന്നു നിൽക്കാനായിരുന്നു എന്റെ പണി ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ നടുക്ക് എനിക്ക് ഇഷ്ടമുള്ള പോലെ സൈഡ് വീഡിയോസും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്റെ മാരേജിന്റെ ലുക്ക് ഇതായിരുന്നു കേട്ടോ. സാരിയൊക്കെ എടുത്തിട്ടുള്ള നേരത്തെ കംപ്ലീറ്റ് ആയിട്ട് ആ ലുക്കിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞാൻ. അപ്പൊ ഈ ഒരു ടൈം ഞാൻ ഫ്രീ ആയപ്പോൾ എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് എടുപ്പിച്ച ഒരു വീഡിയോ ആണ്. ഇതാണ് എന്റെ മാരേജ് ലുക്ക്. ഞാൻ ചെക്കന്റെ ഏട്ടന്റെ ഭാര്യയാണ്, ഏട്ടത്തിയമ്മയാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ പുറത്ത് നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ ചെക്കനെ കൊണ്ട് കാലൊക്കെ പിടിപ്പിച്ചത് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ലുക്ക്? നന്നായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ നമ്മൾ ഈ സാരി കല്യാണ ചെക്കൻ്റെ ഗിഫ്റ്റാ കേട്ടോ. നമുക്ക് എല്ലാ ഏട്ടത്തിയമ്മമാർക്കും ഒരേപോലത്തെ സാരി ഡിഫറെന്റ് കളേഴ്സിലാണ് എടുത്തിട്ടുണ്ടായത്. ആക്ച്വലി അതിന്റെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൽബം കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇനി ഞാൻ നിങ്ങൾക്ക് ഈ അമ്പലത്തിന്റെ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ അമ്പലത്തിന്റെ മുൻഭാഗം. ഇത് ഈ അമ്പലത്തിന്റെ കുള കേട്ടോ. അതിൻ്റെ അകത്ത് നിറയെ മീനുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫറിന്റെ ഫോട്ടോസും വീഡിയോ സെക്ഷനും കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചെക്കനെയും പെണ്ണിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷമുള്ള ചെറിയ ക്ലിപ്പിങ്സും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ളതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ചെറിയ ക്ലിപ്പിങ്സും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ പോയിട്ട് റെഡിയാവുക ചെയ്യുന്നത്. ഇതിന് ശേഷം റിസപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ റിസപ്ഷൻ്റെ വീഡിയോസും കൂടി കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വൈകിട്ട് ആയതിനു ശേഷം ഇതാ നമ്മൾ റിസപ്ഷൻ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെക്കനും പെണ്ണും ഇതാ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഹാളിലേക്ക് എൻ്റർ ചെയ്യാം. കുറച്ച് നേരത്തെ ആയതുകൊണ്ട് എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചെക്കനും പെണ്ണും കൂടി സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്റ്റേജിന്റെ ഒരു ലുക്ക്. അവിടെ എത്തിയിട്ട് ചെക്കനും പെണ്ണും സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പം കുറച്ച് വന്ന ആൾക്കാർ ആദ്യം തന്നെ പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഹാളിന്റെ ഒരു കംപ്ലീറ്റ് ലുക്ക്. അപ്പൊ ഇനി നമുക്കും കൂടി പോയിട്ട് ചെക്കന്റെയും പെണ്ണിന്റെയും കൂടി ഒരു ഫോട്ടോ എടുത്ത് കളയാം. അപ്പൊ എടുത്ത പിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ കൂടെ അവിടെയുള്ള ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. റിസപ്ഷന്റെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്റെ റിസപ്ഷൻ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എന്റെ റിസപ്ഷൻ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇങ്ങനത്തെ നമ്മളെ വ്ളോഗിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആക്ച്വലി എന്റെ റിസപ്ഷൻ ലുക്ക് എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയണേ. അപ്പൊ എഗെയിൻ ഞാൻ എന്റെ വാനരപ്പടേന്റെ കൂടെ ഒരു സെൽഫി വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇതൊന്നും ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങനെ കുറച്ചായിട്ടുള്ള ക്ലിപ്പിംഗ്സ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഇതാണ് എന്റെ വാനരപ്പട. അതിനുശേഷം നമ്മളൊരു ഗ്രൂപ്പ് ഫാമിലി സെൽഫി വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ആ വീഡിയോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ കഴിഞ്ഞ് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയതിനു ശേഷം കുറച്ച് കലാപരിപാടികളുണ്ട്. അത് ലൈറ്റിംഗ് കുറവായതുകൊണ്ട് കുറച്ച് ക്ലിപ്പിംഗ്സ് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് കസിൻസ് എല്ലാവരും ചേർന്ന് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഫ്ലാഷ് ലൈറ്റ്സിലൊക്കെ ആയിട്ട് ഡാൻസും പാട്ടിന്റെയും കുറച്ച് ക്ലിപ്പിംഗ്സ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും എൻ്റെ ഹസ്ബൻഡിന്റെ വേറൊരു കസിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നുണ്ടായത്. ആ വീഡിയോ ഒന്നും ഞാൻ മെയിനായിട്ട് ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് വീഡിയോ ആ നൈറ്റിലുള്ളത് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അവരുടെ വീട്ടിലുള്ള വീഡിയോ ഒന്നും ഇങ്ങനെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് അവരുടെ വീട്ടിന്റെ മുമ്പിൽ തന്നെ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയൊന്ന് കാണാനോ അവിടെ ഒന്ന് റൗണ്ട് അടിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ഷോർട്ട് ക്ലിപ്പിംഗ്സ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അവരുടെ വീട്ടിന്റെ മുമ്പിൽ തന്നെയുള്ള പുഴയാണ് കേട്ടോ. ഇവിടെ വെള്ളംകളിയൊക്കെ നടക്കുന്ന പുഴയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത കുറച്ച് പുഴയുടെ ക്ലിപ്പിംഗ്സ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ പുഴയുടെ എടുക്കുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ചെന്നൈയിലേക്ക് റിട്ടേൺ വരികയാണ്. എല്ലാവരോടും ബൈ ബൈ. അവള് പറയുന്നുണ്ടായത് അവളും വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോസിന് പകരം എന്റെ വീഡിയോസും കൂടി അയച്ചു തരണേന്നായിരുന്നു.
അപ്പോൾ അവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെന്നൈയിലേക്ക്. അപ്പോൾ അടിപൊളി സ്ഥലം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് പൊന്നാനിയിലേക്ക് പോയിട്ടുണ്ടായത്. അപ്പം റിട്ടേൺ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം കുറച്ച് സമയം കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു എല്ലാവരും. പിന്നെ കുറച്ച് പാട്ടൊക്കെ വെച്ച് ജോളിയാക്കി ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിള്ളേഴ്സ്. അതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഡ്രൈവ് ചെയ്തു. റിട്ടേണിൽ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതായത് എൻ്റെ ഹസ്ബൻഡ് അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 4 ആൾ മാത്രമാണ് റിട്ടേൺ ചെയ്തത് ചെന്നൈയിലേക്ക്. അമ്മ കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കുന്നായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഞാൻ ഡ്രൈവ് ചെയ്തു. ആ ഡ്രൈവ് ചെയ്ത ക്ലിപ്പിംഗ്സ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വ്ളോഗിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഈ വ്ളോഗ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ആക്ച്വലി ഒരു ഫാമിലി ഫംഗ്ഷന് പോകുന്നതും അവിടുത്തെ ആ ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും എല്ലാമായിട്ട് എല്ലാം കൂടി ഒരു 4-5 ദിവസത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എടുത്തിയൊരു അരമണിക്കൂറത്തെ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ അതിന്റെ നടുക്ക് നമ്മളിതാ ഉച്ചയായപ്പോൾ അവിടെ ഒരു KFC ഫസ്റ്റ് തന്നെ കണ്ടതുകൊണ്ട് അവിടെയാണ് നിർത്തിയിട്ടുണ്ടായത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ട്രാവലിംഗ് ടൈമിൽ അങ്ങനെ അറിയാത്ത സ്ഥലത്ത് നമ്മൾ അധികം ഫുഡ് കഴിക്കലില്ല. അപ്പൊ KFC തന്നെ ആയതുകൊണ്ട് വിശപ്പും കുറവായതുകൊണ്ട് നമ്മൾ ആകെ കുറച്ച് ഫുഡ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡ് വാങ്ങി കുറച്ച് സ്ട്രിപ്സ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും ഒരു പോപ്കോണും ബർഗറും കൂടി വാങ്ങിയതിന് ശേഷം നമ്മൾ അവിടുന്ന് യാത്ര വീണ്ടും തുടരുകയാണ്. അതുപോലെ നമ്മൾ ഇങ്ങനത്തെ ഒരു റോഡ് ട്രിപ്പ് ജേർണിയിൽ നമ്മൾ റെസ്റ്റ് റൂം ഒക്കെ യൂസ് ചെയ്യുന്നത് പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ്സ് ആണെങ്കിലും ആളുള്ള സ്ഥലത്ത് നോക്കി നിർത്തിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായത്. ആ ഒരു ക്ലൈമറ്റ് ഒക്കെ ഫീൽ ചെയ്ത് പാട്ടൊക്കെ വെച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്നായിരുന്നു മഴ വന്നത്. അടിപൊളി മഴയായിരുന്നു. ഒരു 1.5-2 മണിക്കൂറോളം നല്ല മഴ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല മഴ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നും കാണാൻ പറ്റാണ്ട് വന്നപ്പോൾ കുറച്ച് സമയം വണ്ടി നിർത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ ജേർണി ഇനിയും സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ വീടെത്താനായപ്പോൾ എല്ലാവരും ടയേർഡായിട്ട് നമ്മളൊന്ന് നിർത്തി ജ്യൂസൊക്കെ കുടിച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രിപ്പ് വീണ്ടും. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് ചെന്നൈയിൽ ഇതാ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണം. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ ബൈ.